നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ അനുഭവിക്കേണ്ട ദുരിതങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് നിങ്ങളെ മാറ്റുന്നു. പൂർണ്ണമായ മാറ്റത്തിലേക്ക് ഒരു ഇറങ്ങുന്നുണ്ടോ. അത് വിദ്യയ്ക്കാണെങ്കിലും ജോലിക്കാണെങ്കിലും ആരോഗ്യത്തിനാണെങ്കിലും ദുരിതം മാറാനാണെങ്കിലും വീടുണ്ടാകാനാണെങ്കിലും സ്വത്തുണ്ടാവാനാണെങ്കിലും സമ്പത്തുണ്ടാവാനാണെങ്കിലും എന്തിനും. നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. മകരമാസമാണ് ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കുംഭം വരുന്നു, മീനം വരുന്നു. ഈ 3 മാസത്തിലൊരു പ്രത്യേകതയുണ്ട്. ഈ 3 മാസത്തെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഒരു പ്രത്യേക മാസമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതാണ് ഈ 3 മാസങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ മകരമാസത്തിലെ മകരച്ചുവ അത് നമ്മൾ കഴിഞ്ഞു, നമ്മളെല്ലാവരും ആചരിച്ചു. മകരത്തിലെ ഭരണി, കുംഭത്തിലെ ഭരണി, മീനത്തിലെ ഭരണി. ഈ കുംഭമാസത്തിലെ ഭരണി, മീനമാസത്തിലെ ഭരണി എന്നൊക്കെ പറയണത് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാദിനങ്ങളും ഉത്സവാദികളും നടക്കുന്ന കാലഘട്ടങ്ങളാണ്. നിരവധി ക്ഷേത്രങ്ങളിൽ കുംഭഭരണിയും മീനഭരണിയും മഹാ ഉത്സവമാണ്. അപ്പം ശരിക്ക് നമ്മുടെ സനാതന സമ്പ്രദായത്തിൽ ശൈവ വൈഷ്ണവ ശക്തയ രൂപങ്ങളെ ആണ് നമ്മൾ ആചരിക്കുന്നത്. നമ്മൾ 33 കോടി ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ശൈവ വിഭാഗം, വൈഷ്ണവ വിഭാഗം, ശക്തയ വിഭാഗം, അങ്ങനെ 3 സങ്കല്പത്തിലാണ്, 3 ത്രിവിധമായിട്ടാണ് നമ്മൾ ആചരിച്ചു പോരുന്നത്. നമ്മുടെ ആചരണം അങ്ങനെയാണ് നടക്കുന്നത്. അതിലെ ശക്തയ സമ്പ്രദായത്തിന് പ്രാധാന്യം കൂടിയ കാലഘട്ടമാണ് ഈ 3 മാസം. അപ്പം ഈ 3 മാസത്തിൽ ശക്തയ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഭദ്രകാളി സമ്പ്രദായത്തിന് പ്രാധാന്യം കൊടുത്തതാണ്. ഭദ്രകാളിയുടെ സാധാരണ ശ്ലോകം ചൊല്ലുന്ന പോലെ കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലഞ്ച കുലധർമ്മഞ്ച പാഞ്ചപാലയ പാലയ. എൻ്റെ കുലത്തിൻ്റെ ധർമ്മങ്ങളെയെല്ലാം എനിക്ക് പരിപാലിച്ച് നന്മയായി നിൽക്കുന്ന, ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു സ്വരൂപത്തെ, അല്ലെങ്കിൽ ഒരു മനസ്സിനെ, ഒരു ധർമ്മത്തെ എനിക്ക് ജീവിതത്തിൽ ഉണ്ടാക്കി തരണമെന്ന് തന്നെയാണ് ആ പ്രാർത്ഥന കൊണ്ട് തന്നെ. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാം, നമ്മുടെ ജീവിതത്തിലെ നിത്യ വിഷയങ്ങളായി നിൽക്കുന്ന ദുരിതങ്ങളിൽ നിന്നാണെങ്കിലും, അല്ലെങ്കിൽ വിദ്യാസങ്കല്പത്തിൽ വിദ്യയ്ക്കാണെങ്കിലും, രോഗദുരിതങ്ങൾക്കാണെങ്കിലും, ശത്രുതാ മനോഭാവം നിൽക്കുന്ന ദുരിതങ്ങളിൽ നിന്നാണെങ്കിലും, പരസ്പര കലഹത്തിൽ നിന്നാണെങ്കിലും, അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യപ്രാപ്തിയിലേക്ക് അല്ലെങ്കിൽ കാര്യനിവൃത്തിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ശക്തയ സമ്പ്രദായം, പ്രത്യേകിച്ച് ഭദ്രകാളി സമ്പ്രദായം. ഭദ്രകാളി സമ്പ്രദായത്തിലെ ഉഗ്രരൂപത്തിലും ശാന്തസ്വരൂപത്തിലും 2ആയിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. ഇപ്പോൾ ആറ്റുകാല്, കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കരയൊക്കെ എന്ന് പറഞ്ഞാൽ ഉഗ്ര സ്വരൂപമാണ്. കാരണം വലിയ ഗുരുതികളും സമ്പ്രദായങ്ങളൊക്കെ നടക്കുന്നതാണ്. സാത്വികമായിട്ടും ആചരിക്കുന്ന പല സങ്കല്പങ്ങളുണ്ട്. ശരിക്ക് നമ്മുടെ സനാതനധർമ്മത്തിൽ ദശവിദ്യ എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട്. ദശവിദ്യ എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യകളുടെയും എല്ലാ കർമ്മങ്ങളുടെയും അധിപനായി നിൽക്കുന്ന, അത് ശരിക്കും ഭദ്രകാളിയെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കൃഷ്ണ നിറത്തിലോടുകൂടി അങ്ങനെ നിൽക്കുന്ന ഒരു ഭദ്രകാളി സമ്പ്രദായത്തിനൊക്കെ കൂടുതൽ ശക്തിപരമായി നിൽക്കുന്ന കാലഘട്ടമാണ്. ദേവി മഹാത്മ്യത്തിലായാലും വളരെ വ്യക്തമായിട്ട് ഭഗവതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്ക് ആ ഭഗവതിയുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടായ ഒരു സൗരഭ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സൗഭാഗ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ദേവി മഹാത്മ്യത്തിലൊക്കെ വിവരിക്കുന്നുണ്ട്. ഭഗവതിയുടെ പല സ്വരൂപങ്ങളും പല സമയത്തും പല കഥകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഭദ്രകാളി സമ്പ്രദായത്തിലുള്ള പ്രാർത്ഥനകൾ, പൂജകൾ ചെയ്യുന്ന, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ചൊവ്വാഴ്ച ദിവസം എല്ലാ ചൊവ്വാഴ്ചയും ഭദ്രകാളിയെ തൊഴുന്ന, നല്ല ഭദ്രകാളിയെ തൊഴുന്ന ഒരു ഭക്തൻ, അല്ലെങ്കിൽ എല്ലാ ചൊവ്വയും വെള്ളിയും ഭദ്രകാളിയെ തൊഴുതുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ നിരീക്കും ഭഗവതിയെ നമ്മൾ അങ്ങനെ തൊഴുതാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസാന കാല ജീവിതാവസാനം എന്നല്ല ഉദ്ദേശം, അദ്ദേഹത്തിൻ്റെ ആ ഭജനത്തിലൂടെ കിട്ടുന്ന മോക്ഷപ്രാപ്തി, ആ ഭജനത്തിലൂടെ കിട്ടുന്ന ശക്തി, ആ ജീവിത സൗരഭ്യങ്ങളെ, നമുക്ക് വരുന്ന ദുരിതങ്ങളെ, നമുക്ക് വരുന്ന സങ്കടങ്ങളെ എല്ലാം വിദൂരതയിലേക്ക് മാറ്റി ഭഗവതിയെ പൂർണ്ണമായി കൈക്കൊണ്ട് നടക്കുമെന്നാണ് പറയണേ. ശരിക്കും പഴയ കാലത്ത് പറയും ഭദ്രകാളി ഉപാസകന്മാരെ ഒന്നും നമുക്ക് തൊടാൻ പറ്റില്ല എന്ന്. ആ ഉപാസന എന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി 1008 രൂപ മൂലം ജപിക്കുക, കാളിഹോമങ്ങൾ നടത്തുക, ചണ്ഡികാഹോമങ്ങൾ നടത്തുക, അങ്ങനെ വിവിധങ്ങളായി നിൽക്കുന്ന കർമ്മങ്ങൾ കൊണ്ടാണ് ശരിക്ക് ആ ശരിക്ക് ഉപാസകനാകാൻ പറ്റുള്ളൂ. പക്ഷെ ഉപാസകൻ എന്നായില്ലെങ്കിൽ പോലും ഭദ്രകാളിയുടെ ഭക്തനാകാനായിട്ട് ഒരു കഷ്ടപ്പാടുമില്ല. ദേവീക്ഷേത്രത്തിലെ ദർശനങ്ങൾ മാത്രമാണ് അതിന് പ്രാധാന്യം.
ദേവിയുടെ സ്തുതികൾ ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഭദ്രകാളിക്കര ഭദ്രകാളിപ്പത്തി ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഭദ്രകാളി ദുർഗാസങ്കല്പത്തിൽ നമുക്ക് ദേവി മാഹാത്മ്യം ജപിക്കുന്നത്, അല്ലെ ഭദ്രകാളിയുടെ സഹസ്രനാമങ്ങൾ ജപിക്കുന്നത്, ഇതൊക്കെ ഒരു പരിധി വരെ ഒരു എന്താ പറയുക, ഒരു അനുഷ്ഠാനം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെ ഒരു വിശ്വാസിയായിട്ട്, അല്ലെങ്കിൽ ഭഗവതിയുടെ ഏറ്റവും അടുത്ത ആളാക്കി തീർക്കാൻ നമ്മളെ സാധിക്കപ്പെടുന്നതാണ്. അതുപോലെ ഭഗവതി ക്ഷേത്രത്തിൽ ചുമന്ന പട്ട് കൊടുക്കുക, ചെമ്പരത്തിപ്പൂ കൊടുക്കുക, ചെത്തിപ്പൂവിൻ്റെ മാല കൊടുക്കുക, ചെമ്പരത്തിപ്പൂവിൻ്റെ മാല കൊടുക്കുക, ചുമന്ന പൂക്കൾ കൊടുക്കുക, കടുംപായസം കഴിക്കുക, ഇതൊക്കെ ഭഗവതിക്ക് വളരെ 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 ഗുരുതി, സാധാരണ ഗുരുതി. നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, മഞ്ഞപ്പൊടിയും ശർക്കരയും ചുണ്ണാമ്പും കൊടുക്കാനൊക്കെ പറഞ്ഞ ഒരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം എന്താ പറയണേ, ഇങ്ങനെ നിർലോഭമായി നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ പലരും പറയുന്നത് കേൾക്കാറുണ്ട്. പലരും അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ തന്നെ പറയും, തിരുമേനി നമ്മൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി ദേവിയെ തൊഴുന്ന ആളാണ്, എന്നിട്ടും കഷ്ടപ്പാടുണ്ടല്ലോ. അപ്പം അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ഭഗവാൻ അല്ലെ ഭക്തി എന്ന് പറയണത് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ തീവ്രത എത്ര നമ്മൾ അനുഭവിക്കേണ്ടിയിരുന്നു എന്ന് നമുക്കറിയില്ല. നമ്മൾ എത്രമാത്രം ദുരിതമാണ് നമ്മൾ അനുഭവിക്കേണ്ടതിനെ കുറിച്ച് നമുക്കറിവില്ല. നമുക്കറിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ അടുത്ത ഒരു സമയത്ത് നമുക്ക് കുറേ സങ്കടങ്ങൾ വന്നു പെടേണ്ട സാധനങ്ങളെയൊക്കെ ഈ ഭഗവതി അകറ്റി നിർത്തിയിട്ട് ചെറിയ ചെറിയ സങ്കടങ്ങളാക്കി മാറ്റുന്നതാകാം. അപ്പോൾ അതുകൊണ്ട് ആ ഉപാസനയുടെ ശക്തിയെക്കുറിച്ച് ഒരു 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 തിരിച്ചൊരു മറുചോദ്യത്തിന് പോലും കാരണമില്ല. അത്രയ്ക്ക് ശക്തിയാണ് ദേവി ഉപാസന എന്ന് പറഞ്ഞാൽ. ദേവിയുടെ ഉപാസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെ നേടാൻ പറ്റും എന്ന് ഒരിക്കലും നമുക്ക് നിർവചിക്കാൻ പോലും പറ്റാത്ത അത്ര ശക്തിമത്താണ് ഭദ്രകാളി ഉപാസന. എക്സ്പെഷ്യലി ഭദ്രകാളി ഉപാസന പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന, പെട്ടെന്ന് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആചരിച്ചു കഴിഞ്ഞാൽ, എന്താ പറയണേ, നമുക്ക് വളരെ ശീഘ്രമായ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ഭഗവത് സ്വരൂപം കൂടെയാണ്. കാരണം അങ്ങനെയാണ് ഭഗവതി. പിന്നെ ഭഗവതിക്ക് നിർബന്ധമുണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കാൻ മേല, സ്ത്രീകളെ അപമാനിക്കാൻ മേല, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം. കുടുംബത്താണെങ്കിലും സ്ത്രീകൾക്ക് അതിൻ്റെ തത്തുല്യമായ വില കിട്ടണം. എവിടെയാണോ സ്ത്രീയെ ബഹുമാനിക്കുന്നവൻ അവന് മാത്രമേ ഭദ്രകാളി ഭജനം വൃത്തിയായി ചെയ്യാൻ പറ്റൂ എന്നുകൂടി ഒരു പ്രമാണം പറയുന്നുണ്ട്. സ്ത്രീകൾ, കാരണം ഭഗവതി അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അതിൻ്റെ ഒരു വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അപ്പം സ്ത്രീകൾ ഭഗവതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു പ്രമാണം അതിനകത്ത് പറയാമല്ലോ. അതാണല്ലോ അങ്ങനെ പറയുന്നത് തന്നെ. കാരണം ഭഗവതി അങ്ങനെ ചില കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധിയുണ്ട്. അനാവശ്യമായി നിൽക്കുന്ന, എന്താ പറയണേ, ഒരിക്കലും നമുക്ക് നമ്മുടെ ഒരു മനസ്സിലെ നമുക്കെല്ലാ വികാരങ്ങളും ഉണ്ട്. ദേഷ്യമുണ്ട്, വൈരാഗ്യമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അപ്പോൾ ഒരു വൈരാഗ്യം കൊണ്ട് മറ്റൊരാൾക്ക് പ്രാർത്ഥിച്ചാൽ അതും നമുക്ക് ദുരിതമായി തീരുകയുള്ളൂ. അതൊക്കെ നമുക്ക് ദുരിതമായി തീരും. അത് തന്നെയാണ് ഭഗവതി പറഞ്ഞിരിക്കുന്നത്. സാത്വികമായ ചിന്തയിലൂടെ, സാത്വികമായി നിൽക്കുന്ന ആഗ്രഹത്തിലൂടെ, സാത്വികമായി നിൽക്കുന്ന നന്മ നിലനിർത്താനായിട്ട് നമ്മുടെ സനാതന പരമ്പരകളിൽ നിർദ്ദേശിച്ചിട്ടുള്ള നമ്മുടെ സന്തതി പരമ്പരയ്ക്ക് നന്മ നൽകുവാനായിട്ട് നമ്മൾ ഉപാസിക്കേണ്ട ഏറ്റവും ശക്തിമക്തായ രൂപമാണ് ഭദ്രകാളി ഉപാസന, ഭദ്രകാളി പ്രാർത്ഥന പോലും. ഭഗവതിയെ പ്രാർത്ഥിക്കുന്ന ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടുതലായിട്ട് ലഭിക്കണമെങ്കിലും നമ്മുടെ ദുരിത ദുഃഖങ്ങളിൽ നിന്നും നമ്മുടെ സങ്കടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തി നമ്മളെ മറ്റൊരു അവസ്ഥയിലേക്ക് എത്തിക്കാനും നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചനം നൽകാനും നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ നന്മകൾ നമുക്ക് ശ്രേഷ്ഠമായി എത്തിക്കാനും ഭഗവതി ഉപാസന വളരെ കേമാണ്. അപ്പോൾ ഈ 3 മാസത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ദേവി മാസങ്ങൾ എന്നറിയപ്പെടുന്ന 3 മാസങ്ങളാണ് മകരം, കുംഭം, ഭരണി മാസം. ഒരു ദേവിക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് കൂടുതലായി ദേവീക്ഷേത്രങ്ങളിൽ ഭജനം നടത്തുക. ദേവീക്ഷേത്രത്തിൽ അല്പം പൂവാണെങ്കിലും, നിങ്ങൾ കുറച്ച് പൂവാണെങ്കിലും കൊണ്ട് കൊടുത്ത് ഭഗവതിയെ കൂടുതലായിട്ട് ഉപാസിക്കുക. ഭഗവതിക്ക് കൂടുതൽ പ്രാർത്ഥനകൾ നടത്തുക. നമ്മുടെ ജന്മാന്തരങ്ങളായി നമുക്ക് ലഭിച്ചിരിക്കുന്ന സകല ദുരിതങ്ങളും മാറി നമുക്ക് സമാധാനപരമായൊരു ജീവിതം ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ സന്തതി പരമ്പരയിൽ നമ്മളെ പൂർണ്ണമായി സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കുക. പണ്ടത്തെ കാലത്ത് നമ്മൾ കഥകളി കേട്ടിട്ടുണ്ട്. ഏത് യക്ഷീകഥകളിലൊക്കെ യക്ഷിയൊക്കെ ആവർത്തിച്ച് പിടിക്കാൻ വന്ന പല ആൾക്കാരും, എന്താ പറയുക, ദേവീക്ഷേത്രത്തിൻ്റെ സമീപം എത്തിക്കഴിയുമ്പോഴത്തേക്കും ഭദ്രകാളിയുടെ ആ ദൃഷ്ടി വന്ന സമയത്ത് തന്നെ അവർ മാറുന്നൊരവസ്ഥാവിശേഷം, ദേവീ മാഹാത്മ്യം കൈപ്പിടിക്കുന്ന ഭക്തരെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം. കാരണം ദേവിയുടെ ആ ഒരു, എന്താ പറയുക, സങ്കല്പം തന്നെ ഇങ്ങനെ ഭക്തരെ ചേർത്ത് പിടിക്കുക എന്നൊരു സങ്കല്പമാണ്. ഭക്തനെ കൈവിടാതെ പിടിക്കുക എന്നൊരു സങ്കല്പമാണ്. അപ്പോൾ അതുകൊണ്ട്
ഈ 3 മാസത്തിൽ വരുന്ന ഭരണികളിൽ നിങ്ങൾ അമ്പലങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിക്കുന്നതും അമ്പലത്തിൽ നിവേദ്യാദികൾക്കുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കുക, ഉണക്കലരി, ശർക്കര അങ്ങനെയുള്ളത് കൊണ്ടു കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കേമായിട്ടുള്ള പൈസ കൊടുക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. വലിയ വഴിപാട് കഴിക്കണം നിർബന്ധമില്ല. സമാധാനപരമായ ജീവിതത്തിന് വേണ്ടി സമാധാനപരമായ മനസ്സോടുകൂടി സമാധാനപരമായി ഭഗവതിയെ മനസ്സിൽ കുടിയിരുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായി നിൽക്കുന്ന സാന്നിധ്യം നൽകാൻ പറ്റുന്നത്. ആ ഭഗവതി ദേവന്മാരെ അംഗീകരിക്കണം അങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ ഒരു 5 ചെമ്പരത്തിപ്പൂവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പിടി തുളസിപ്പൂ, ഒരു പിടി ചെത്തിപ്പൂവായിട്ട് നമ്മൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ പോയാൽ പോലും അതിൻ്റെ പ്രാവീണ്യം അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് മതി, നമ്മൾ കൈവീശി പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 3 മാസം ദേവി ഉപാസകൻ ദുരിതങ്ങൾക്ക്, അതായത് ശരിക്കും ദുരിത കാലഘട്ടമാണ് ചിലപ്പോൾ ഈ പറയുന്ന ഏകദേശം മീനം മേടമാസം വരെ ഒരു സമൂഹത്തിൽ പൊതുവെ ഒരു ദുരിത കാലഘട്ടം വരാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നുണ്ട്. ശനിയുടെയും ചൊവ്വയുടെയും ബന്ധം വരുന്നുണ്ട് ചാരവശാൽ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സമൂഹത്തിലും പൊതുമണ്ഡലത്തിലും ജീവിത നിലവാരത്തിലും പല ദുരിതങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയുള്ള കാരണം നമ്മളെ അറിയുന്ന ആൾക്കാർ, നമ്മളെ കേൾക്കുന്ന ആൾക്കാർ, നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാർ എല്ലാവരും നമ്മൾ ചെയ്യേണ്ടത് ഉപാസന ഈ സമയങ്ങളിൽ ഭദ്രകാളി ഉപാസനയാണ്. അപ്പോൾ ആ ഭദ്രകാളി ഉപാസനയുടെ ഭക്തകദാളി ദർശനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നിങ്ങളുടെ അനുഭവിക്കേണ്ട ദുരിതങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് നിങ്ങളെ മാറ്റുന്നു. പൂർണ്ണമായ മാറ്റത്തിലേക്ക് ഒരു ഓർമ്മയുണ്ടാവും. അത് വിദ്യയ്ക്ക് വിദ്യയ്ക്കാണെങ്കിലും ജോലിക്ക് ജോലിക്കാണെങ്കിലും ആരോഗ്യത്തിനാണെങ്കിലും ദുരിതം മാറാനാണെങ്കിലും വീടുണ്ടാകാനാണെങ്കിലും സ്വത്തുണ്ടാവാനാണെങ്കിലും സമ്പത്തുണ്ടാവാനാണെങ്കിലും എന്തിനും നമുക്ക് ആശ്രയിക്കാം ഭഗവതിയെ. അപ്പം അതുകൊണ്ട് ആ സങ്കല്പത്തിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ദശവിദ്യാസങ്കല്പത്തിൽ തന്നെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഭദ്രകാളി സ്വരൂപമാണ്. അപ്പോൾ ആ ഭഗവതിയെ ധ്യാനിച്ച് നമ്മുടെ ദുരിതങ്ങൾ മാറാൻ മാത്രം പ്രാർത്ഥിക്കുക, നമ്മുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുക, ലോക നന്മയ്ക്കായി പ്രാർത്ഥിക്കുക. ലോകത്തിൽ കലി കൊണ്ട് കലുഷിതമായി നിൽക്കുന്ന ലോകം മുഴുവൻ, ലോകത്തുണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളും ലോകത്തുണ്ടാകുന്ന കഷ്ടതകൾ എല്ലാം മാറി ലോകം തന്നെ സമാധാനമാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദേവിയുടെ ബന്ധങ്ങളിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സുഖം അനിർവചനീയമാണ്, അനുഭൂതികരകമാണ്. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ സാധാരണ വഴിപാടാണെങ്കിലും ദർശനത്തിന് പ്രാധാന്യം കൊടുത്ത് നാമജപാദികൾക്ക് പ്രാധാന്യം കൊടുത്ത് ഈ 3 മാസം ദേവി ഉപാസന ചെയ്യുവാണെങ്കിൽ അത്യുത്കടമായൊരു പുരോഗതിയും ദുരിത നിർമ്മാർജ്ജനവും നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കുറപ്പാണ്. നിങ്ങളും ചെയ്യണം. നമസ്കാരം. ഗോവിന്ദം വരി.